നമസ്കാരം. പോളണ്ടിനെ കുറിച്ച് ഇനിയൊരു അക്ഷരം മിണ്ടരുത്. കാരണം പോളണ്ടിൽ 2002 രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ടിനെ പോളിഷ് ഭരണഘടനാ സംവിധാനം നിരോധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണ്. ഈ ശ്രീനിവാസന്റെ വിശ്വപ്രസിദ്ധമായ ഡയലോഗോട് കൂടി തന്നെയാണ് ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ചോദ്യം. തീർച്ചയായിട്ടും ആക്രമണത്തിന്റെ അല്ലെങ്കിൽ സമാധാനമില്ലായ്മയുടെ, സമാധാനം തകർക്കലിന്റെ, ഭീതിയുടെ വഴികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഈ പാർട്ടികളൊക്കെ തന്നെ ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന, ഇപ്പം നമ്മൾ വെനസ്വേലയിലേക്കോ ക്യൂബയിലേക്കോ പോയാൽ പോലും, ചൈനയിലേക്ക് പോയാൽ പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നിടത്തൊന്നും കൃത്യമായ വികസനം വരുന്നില്ല. മാത്രമല്ല, ഒരുതരം ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ പ്രവണതയാണ് കാണിക്കുന്നത്. അക്രമ സംഭവങ്ങൾ സ്റ്റാലിന്റെയും അതുപോലെയുള്ള നേതാക്കളുടെയും ഒന്നും ചരിത്രം നമുക്ക് അറിയാത്തതല്ലല്ലോ. ഇപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അവർ ഏകാധിപത്യ പ്രവണതയാണെങ്കിൽ കൂടി ജനങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളത് മറക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ മാറ്റിവെക്കുന്നില്ല. അതുകൊണ്ട് ചൈന വികസനത്തിന്റെ പാതയിലൂടെ തന്നെയാണ്. അത് അടിച്ചേൽപ്പിക്കലാണ് പലതും. ഇപ്പം പോളണ്ടിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ചോദ്യത്തിലേക്ക് വീണ്ടും വന്നാൽ, അവിടെ ജനഹിതമായി ഒരു തരത്തിലും പ്രവർത്തിക്കാൻ ജനങ്ങളെയും അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെയും അനുവദിക്കില്ല. അവിടെ കലാപങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ ആശയങ്ങളുടെ പേരിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു, അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ കയറി ഇടപെടുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുട്ടികളിലും വിദ്യാർത്ഥികളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു, തല്ലുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, തെരുവുകൾ കലാപഭൂമികളാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു പാർട്ടി എന്തിനാണ് ഒരു രാജ്യത്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭരണഘടനാ സംവിധാനം കൃത്യമായ ജനപിന്തുണയോടുകൂടി ഈ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ടിനെ നിരോധിച്ചിരിക്കുന്നത്. ഇന്ത്യയിലും അവർ വ്യത്യസ്തമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കാനുള്ള ഒരു മേഖല, കേരളം മാത്രമേ ഉള്ളൂ എന്നത് കേരളീയരുടെ ദൗർഭാഗ്യവും ഇന്ത്യക്കാരുടെ മൊത്തം നോക്കുകയാണെങ്കിൽ ഭാഗ്യവുമായി കണക്കാക്കേണ്ടി വരും. പോളണ്ടിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു. ഇനി പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നത്. എത്രയെത്ര രാജ്യങ്ങളിൽ, റൊമേനിയയിൽ, ഹംഗറിയിൽ, അതുപോലെ എത്രയെത്ര രാജ്യങ്ങളിൽ, മെക്സിക്കോയിലൊക്കെ തന്നെ വലിയ ശക്തിയായി നിന്ന പാർട്ടിയാണ്. എന്തിനാ? റഷ്യ തന്നെ നോക്കിയാൽ മതി. വലതുപക്ഷ കമ്മ്യൂണിസമാണ്, എന്നാൽ പോലും നോക്കിയാൽ മതി. എല്ലാം തകർന്ന് തരിപ്പണമായി. ഈ വൃത്തികെട്ട നാറിയ ആശയം ഈ ലോകത്തു നിന്ന് തന്നെ തുടച്ചെറിയപ്പെടണം. സത്യം പറഞ്ഞാൽ മത തീവ്രവാദം എന്ന് പറയുന്ന ആശയത്തെക്കാൾ ഭീകരമാണ് ഈ കമ്മ്യൂണിസം. അതുതന്നെയാണ് ഓരോ ഇടത്തായി നിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾ വെട്ടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. ഒരു 10 വർഷം, മിനിമം ഒരു 10 വർഷം മതി. അതിനകം തന്നെ അത് സംഭവിക്കും. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവരുടെ ഈ പ്രവണതകളും ഏകാധിപത്യവും, ഇവരുടെ തൻപോരിമയും, ഇവരുടെ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയകളും ഒക്കെ തന്നെ, അക്രമ സ്വഭാവങ്ങളും ഒക്കെ തന്നെ. കമ്മ്യൂണിസം എന്നാൽ അക്രമമാണ് എന്നുള്ള ഒരാശയം പോലും അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ വിസ പോലും കിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞാണ് പിണറായി വിജയൻ വിസ ഒപ്പിച്ച് മയോ ക്ലിനിക്കിൽ പോകുന്നത്. അപ്പൊ പോളണ്ടിലെ കാര്യവും തീരുമാനമായി. 2002 രൂപീകൃതമായത്. അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഔദ്യോഗികമായി രൂപീകൃതമായത് 2002 അതിന് മുൻപ് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിരുന്നു സത്യം പറഞ്ഞാൽ പോളണ്ട് ജനത. അപ്പം ജനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം? ജനങ്ങളെ, ഈ കൊന്നു തള്ളിയ ജനങ്ങൾക്ക് കയ്യും കണക്കുമില്ല, മനുഷ്യർക്ക് കയ്യും കണക്കുമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ ഭാവങ്ങൾ, വിവിധ രൂപങ്ങളിൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലയിടങ്ങളിലായി, പല രാജ്യങ്ങളിലായി ലോകം മുഴുവൻ കൊന്നുതള്ളിയ പാവപ്പെട്ട മനുഷ്യർക്ക് കയ്യും കണക്കുമില്ല. ജോസഫ് സ്റ്റാലിൻ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം, അങ്ങോട്ട് പുറകോട്ട് നോക്കിയാലും അങ്ങനെ തന്നെ. അപ്പൊ പിന്നെ ഈ വൃത്തികെട്ട സാധനം നിരോധിച്ചതിൽ എന്തായാലും സന്തോഷിക്കുന്നു. പോളണ്ട് ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ, പോളിഷ് ഭരണഘടനാ സംവിധാനത്തിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.